Hello guys, welcome back to channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് strength of metalന്റെ 6th part ആണ്. Okay, first question നമുക്ക് നോക്കാം എന്താണെന്ന്. Okay, in the conjugate beam method, a simple outer support in the real beam is transformed as a fixed support, a hinge support, a free joint, a simple support. Okay, so conjugate beam ഉണ്ട് real beam ഉണ്ട്. Okay, നമ്മുടെ real beam category ഉണ്ട്, അതേപോലെ conjugate beam ഉണ്ട്. Okay, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ കേസസിൽ ഫിക്സ്ഡ് ബീം ആണെങ്കിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിലായിരിക്കും. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഫിക്സ്ഡിലായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആക്ച്വലി റിയൽ ബീമും കോൺജുഗേറ്റ് ബീമിന്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ റിയൽ ബീമും വരുന്നത്, കോൺജുഗേറ്റ് ബീമും വരുന്നത്. ഓക്കെ, അതേപോലെ ഹിഞ്ച് സപ്പോർട്ട് ആണ് ഇന്റീരിയറിലാണ്. ഓക്കെ, ഹിഞ്ച് സപ്പോർട്ട് ഇന്റീരിയറിലാണെങ്കിൽ നമ്മൾ അതിനെ റിപ്ലേസ് ചെയ്യുന്നത് റോളർ വെച്ചായിരിക്കും. അതേപോലെ റോളർ ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്ലേസ് ചെയ്യുന്നത് ഹിഞ്ച് വെച്ചായിരിക്കും. ഓക്കെ, അതും റിയൽ ബീമും കോൺജുഗേറ്റ് ബീമിന്റെ കാറ്റഗറിയിലാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ഇൻ ദ കോൺജുഗേറ്റ് ബീം മെത്തേഡ് a simple outer support in real beam is transformed as so simple outer support നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് കേസിൽ ഇങ്ങനെയാണ്. ഓക്കെ, റിയൽ ഔട്ടർ ബീമിൽ ഇങ്ങനെയാണ് സപ്പോർട്ട് ഉള്ളത്. ഓക്കെ, ഇതിനെ കോൺജുഗേറ്റ് ബീമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മാറത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ, സിംപ്ലി സപ്പോർട്ടഡിന്റെ മാത്രമാണ് മാറാതെ അതേപോലെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഏത് ബീമിലാണ് അങ്ങനെ മാറാതെ ഇരിക്കുന്നത്? റിയൽ ബീമിന്റെയും കോൺജുഗേറ്റ് ബീമിന്റെയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സിമ്പിൾ സപ്പോർട്ട് ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A beam simply supported at both ends of length L carries two equal unlike couples M at two ends. If the flexural rigidity EI is constant, then central deflection of a beam is given by ml square by 4EI ആണോ, ml square by 16EI ആണോ, ml square by 64EI ആണോ, ml square by 8EI ആണോ? ഓക്കെ, ഇതിന്റെ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എന്താണ് അത്? ബോത്ത് എൻഡ് ഓഫ് ലെങ്ത് എൽ. ഓക്കെ, എന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ആണ്. ഇതിൽ രണ്ട് സൈഡിലും കപ്പിൾ ആക്ട് ആവുന്നുണ്ട്. ഓക്കെ, രണ്ട് സൈഡിലും മൂവ്മെന്റ് ആക്ട് ആവുന്നുണ്ട് എം. അപ്പൊ ഇതിന്റെ ഡിഫ്ലക്ഷൻ, സെൻട്രൽ ഡിഫ്ലക്ഷൻ എങ്ങനെയാകും? എന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും സെൻട്രൽ ഡിഫ്ലക്ഷൻ. സോ ഇതിന്റെ സെൻട്രൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഓക്കെ, അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ? WL²/ATI. ഓക്കെ, അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ് WL²/ATI. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? EI d³y/dx³ for a beam represent deflection ആണോ, സ്ലോപ്പ് ആണോ, മൂവ്മെന്റ് ആണോ, ഷിയർ ആണോ? ഓക്കെ, M/EI ന്റെ ഫോർമുല എന്താണ്? M/EI നെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? M/EI equal to d²y/dx². ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? M equal to EI into d²y/dx². ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ബോത്ത് സൈഡിൽ. അപ്പൊ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? dm/dx equal to EI d³y/dx³. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ ഇത് ഇതിന്റെ ഇക്വലന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റിന്റെ ഇക്വലന്റ് ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വലന്റ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The deflection of a beam may be reduced by increasing the depth of the section, increasing the degree of end restraint, increasing the width of the section, any of the following. Okay, any of the above എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതിൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ, എങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്? ഡിഫ്ലക്ഷന്റെ ഫോർമുല എന്താണ്? ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു M/EI അല്ലെ, ജനറൽ ആയിട്ട് ഫോർമുല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും deflection is inversely proportional to moment of inertia. Okay, പിന്നെ നമുക്ക് ഇതും അറിയാം, moment of inertia ന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? moment of inertia എന്ന് പറയുന്നത്
ബ്രെഡ്ത്തിന്റെയും ഡെപ്തിന്റെയും ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്തെങ്കിലും വേരിയേഷൻ ബ്രെഡ്ത്തിലും ഡെപ്തിലും വന്നാൽ അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡിഫ്ലക്ഷൻ കുറയും. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം മേ ബി റെഡ്യൂസ്ഡ് ബൈ, അപ്പോൾ രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. ഏതാണ്? ഡെപ്തിലും ഡിപ്പെൻഡ് ചെയ്യും, വിഡ്ത്തിലും ഡിപ്പെൻഡ് ചെയ്യും. ആ ഡൗട്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇൻക്രീസിങ് ഡിഗ്രി ഓഫ് എൻഡ് റിസ്ട്രെയിന്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതായിരുന്നു. ഇപ്പൊ നമ്മൾ ഫിക്സ്ഡ് ബീം എടുക്കുകയാണ്. ഫിക്സ്ഡ് ബീമിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫിക്സ്ഡ് ബീമിനെയും സിംപ്ലി സപ്പോർട്ടിനെയും ബീമിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഫിക്സ്ഡ് ബീമിലെയും കണ്ടിന്യൂസ് ബീമിന്റെയും ഫിക്സ്ഡ് ബീമിന്റെയും സിംപ്ലി സപ്പോർട്ടിന്റെയും എങ്ങനെയാണ് ഏതിലായിരിക്കും ഡിഫ്ലക്ഷൻ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതിൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. ഇതിനെ റിസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫിക്സ്ഡ് സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ഡിഫ്ലക്ഷൻ സിംപ്ലി സപ്പോർട്ടിൽ. സിംപ്ലി സപ്പോർട്ടിൽ നമ്മൾ ഇതിലെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും, അതേപോലെ ഫിക്സ്ഡ് സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. ഓക്കെ, സോ ഇതിനെയാണ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ദ ഡിഗ്രി ഓഫ് എൻഡ് റെസിസ്റ്റൻസ്, നമുക്ക് ഡിഗ്രി ഓഫ് എൻഡ് റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ നമ്മുടെ ഡിഫ്ലക്ഷൻ കുറയും. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പോൾ 3 ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? എനി ഓഫ് ദ അബവ്. അപ്പോൾ ഇതാണ്, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഏതെങ്കിലും നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The slope at the support of a simple supported beam of effective span L with central point load W is given by slope of the support ആണ് ചോദിച്ചിരിക്കുന്നത് of simply supported with effective span L and central. Okay, so ഇതിനെ നമുക്ക് നോക്കാം ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് effective span L. Okay, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് effective span L. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. സ്പാൻ L വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ്. ഓക്കെ, ഇതിന്റെ എവിടെയാണ്? സെൻട്രൽ ആണ് നമ്മുടെ ലോഡ് ആക്ട് ആവുന്നത്. ഓക്കെ, W ആക്ട് ആവുന്നത് സെൻട്രലാണ്. ഓക്കെ, സ്ലോപ്പ് ആണ്, സ്ലോപ്പിന്റെ വാല്യൂ ആണ് ചോദിച്ചിരുന്നത്. സോ ഇതിന്റെ സ്ലോപ്പിന്റെ വാല്യൂ എന്താണ്? ഇതിന്റെ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. WL²/16EI. ഇതും സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഓക്കെ, WL²/16EI ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പോയിന്റ് ഔട്ട് ദ കറക്റ്റ് മാച്ചിങ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. കാന്റിലിവർ ബീം. ഓക്കെ, കാന്റിലിവർ ബീമിന്റെയും നമ്മുടെ ഡിഫ്ലക്ഷന്റെയും വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഡിഫ്ലക്ഷന്റെ വാല്യൂ. ഓക്കെ, കാന്റിലിവർ ബീമിന്റെ അണ്ടർ പോയിന്റ് ലോഡ്. ഓക്കെ, കാന്റിലിവർ ബീമിന്റെ ആണ് ചോദിച്ചിരുന്നത്. കാന്റിലിവർ ബീം അണ്ടർ പോയിന്റ് ലോഡ് അറ്റ് ടിപ്പ്. ഓക്കെ, പോയിന്റ് ലോഡ് ആണ് അറ്റ് ടിപ്പിൽ. അതിന്റെ ഫോർമുല എന്താണ്? ഓക്കെ, അതിന്റെ ഫോർമുല എന്താണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ കാന്റിലിവർ ബീം അണ്ടർ UDL. കാന്റിലിവർ ബീമിന്റെ UDLന്റെ കേസ്. ഓക്കെ, കാന്റിലിവർ ബീമിന്റെ UDLന്റെ കേസ്. ഓക്കെ, സോ UDLന്റെ കേസ് എന്താണ്? സോ ഞാൻ ഇങ്ങനെ UDL ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, സെയിം ലൈൻ ആയിട്ട് കാണിക്കുകയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീം അണ്ടർ സെൻട്രൽ പോയിന്റ് ലോഡ്. ഓക്കെ, സെൻട്രൽ പോയിന്റ് ലോഡ്. സിംപ്ലി സപ്പോർട്ടഡിന്റെ സെൻട്രൽ പോയിന്റ് ലോഡ് ആണ് ചോദിച്ചിരുന്നത്. സിംപ്ലി സപ്പോർട്ടഡിന്റെ സെൻട്രൽ പോയിന്റ് ലോഡ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡിന്റെ സെൻട്രൽ പോയിന്റ് ലോഡിന്റെ എന്താണ്? പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് UDL. സോ ഇതിന്റെ UDLും ചോദിച്ചിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL. ഇതിന്റെ UDL ഞാൻ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇതാണ് UDL. സോ ഇതിന്റെയൊക്കെ ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കാം. കാന്റിലിവർ ബീം അണ്ടർ, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ കാന്റിലിവർ ബീം അണ്ടർ പോയിന്റ് ലോഡ് ടിപ്പ്. സോ ടിപ്പിൽ ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ, ഇതെല്ലാം W ആണ്. ഓക്കെ, ടിപ്പിൽ ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഫോർമുല? ഇതിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 3A ആയിരിക്കും. ഓക്കെ, WL3/3A. ഓക്കെ, 48ന്റെ പകരം 3A. അപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, അതേപോലെ കാന്റിലിവർ ബീം അണ്ടർ UDL ആണെങ്കിൽ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. WL4/8A. ഓക്കെ, അതേപോലെ സിമ്പിൾ സപ്പോർട്ടഡ് ബീം അണ്ടർ സെന്റർ പോയിന്റ് ലോഡ്. സെന്റർ പോയിന്റ് ലോഡിന്റെ ഫോർമുല എന്താണ്? ഇവിടെ 48EI ആണ് വരേണ്ടത്. ഓക്കെ,
WLQ by 48 EI. അപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ സിമ്പിൾ സപ്പോർട്ടഡ് അണ്ടർ UDL ആണെങ്കിൽ 5 WL raised to 4 by 384 EI. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ അപ്പം നമുക്ക് ഇപ്പൊ കറക്റ്റ് ചെയ്തതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, കാന്റിലിവർ ബീം അണ്ടർ UDLന്റെ ഫോർമുല WL raised to 4 by 8 EI ആണ് കറക്റ്റ് ഓപ്ഷൻ. ബാക്കി ഫോർമുല ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ കാന്റിലിവർ ബീം ഓഫ് ലെങ്ത് L, so cantilever beam ആണ് ചോദിച്ചിരിക്കുന്നത്, of length L carrying a triangle loads of intensity W at support and 0 at the free end. The slope of the free end is given by WLQ by 24 EI ആണോ, WLQ LQ by 48 EI ആണോ, WLQ by 8 EI ആണോ, WLQ by 12 EI ആണോ? ഓക്കെ, നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഓക്കെ, ബാക്കിയുള്ള കേസ് നമ്മൾ നോക്കിയായിരുന്നു. ഇതിൽ നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? UVL ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, UVLന്റെ യൂണിഫോംലി വേരിയിങ് ലോഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എൻഡില് മാക്സിമം ആണ്, അതേപോലെ നമ്മൾ എൻഡിൽ പോകുന്തോറും ഫിക്സ്ഡ് എൻഡിൽ മാക്സിമം ആണ്, അതേപോലെ എൻഡിൽ പോകുന്നോറും 0 ആയിട്ട് വരും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോർമുല ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫോർമുല സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ WLQ by 24 EI. അതേപോലെ ഡിഫ്ലക്ഷൻ ചോദിക്കുകയാണെങ്കിൽ WL raised to 4 by 30 EI എന്നായിരുന്നു. ഓക്കെ, സോ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിയത് ഓൾമോസ്റ്റ് എല്ലാ ഫോർമുല ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് നമ്മൾ നോക്കിയത് കാറ്റഗറിയിൽ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ സച്ച് എലിമെന്റ്, സോ ഈ കാണിച്ചിരിക്കുന്ന എലിമെന്റിന്റെ ഫോർ സച്ച് എലിമെന്റ് ഓൺലി അണ്ടർ നോർമൽ സ്ട്രെസ്സസ് ദ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ഈസ്, സോ ഇതിന്റെ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മയാണോ, സിഗ്മ ബൈ 2 ആണോ, 2 സിഗ്മയാണോ, 0.6 സിഗ്മയാണോ? ഓക്കെ, ഇതിന്റെ നമ്മൾ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ ഇതിൽ സർക്കിൾ എനിക്ക് ഇച്ചിരി പാടാണ് വരയ്ക്കാൻ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് നേച്ചർ? ഇതെന്ന് പറഞ്ഞാൽ ടെൻസൈൽ നേച്ചറിലാണ്. അതേപോലെ ഈ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ കംപ്രസീവ് നേച്ചർ ആണ്. ഓക്കെ, ഈ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ കംപ്രസീവ് നേച്ചർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ സിഗ്മ 3 എന്ന് എടുക്കാം, ഇതിനെ നമുക്ക് സിഗ്മ 1 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ 1 എന്ന് പറയുന്നത് ടെൻസൈൽ ആണ്, സിഗ്മ 3 എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസീവ് നേച്ചർ ആണ്. ഓക്കെ, നമ്മൾ സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് വേറെ ആയിട്ട്. അപ്പോൾ കംപ്രസീവ് നേച്ചർ നമ്മൾ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് നേച്ചറിനെ നമ്മൾ പോസിറ്റീവ് സ്ട്രെസ് ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് മോർ സർക്കിൾ ആണ്. ഓക്കെ, സർക്കിൾ ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് മോർ സർക്കിളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സിഗ്മ 1 പ്ലസ് മൈനസ് ഓഫ് മൈനസ് സിഗ്മ. ഓക്കെ, സിഗ്മ 1 മൈനസ് സിഗ്മ 3 by 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? സിഗ്മാനെ ഇത് സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മാനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് ഓഫ് സിഗ്മ ബൈ 2. അപ്പൊ എന്താണ് ആൻസർ കിട്ടുന്നത്? ഇത് രണ്ടും പ്ലസ് ആകും. 2 സിഗ്മ എന്ന് പറഞ്ഞു വരും, 2 സിഗ്മ ബൈ 2. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? സിഗ്മ എന്ന് കിട്ടും. സിഗ്മ എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് ബൈ ആക്സിയൽ സ്ട്രെസ്സസ്, അതായത് ഇതേ കേസാണ്. ബൈ ആക്സിയൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ കണ്ട എക്സാമ്പിൾ ആണ്. ഓക്കെ, ബൈ ആക്സിയൽ സ്ട്രെസ്സസിൽ എന്താണ് ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ബൈ ആക്സിയൽ സ്ട്രെസ്സസ് മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ, എന്താണ്? ഡിഫറൻസ് ഓഫ് നോർമൽ സ്ട്രെസ്സസ് ആണോ, ഹാഫ് ദ ഡിഫറൻസ് ഓഫ് നോർമൽ സ്ട്രെസ്സസ് ആണോ, സം ഓഫ് ദ നോർമൽ സ്ട്രെസ്സസ് ആണോ, ഹാഫ് ദ സം ഓഫ് ദ നോർമൽ സ്ട്രെസ് ആണോ? ഓക്കെ, ഇതിന്റെ ആൻസർ ഓൾറെഡി നമ്മൾ നോക്കി. ഹാഫ് ദ ഡിഫറൻസ് ഓഫ് നോർമൽ സ്ട്രെസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, by axial stress in the case. Okay, next question. The plane carrying maximum shear stress are principal stress or inclined at 90 degree to those of principal plane, inclined at 45 degree to principal plane, principal parallel to principal plane. This is standard value. Inclined to 45 degree to principal plane is correct answer. Okay, maximum shear stress on down. Okay, next question. At a point in a strained material, if two mutual perpendicular tensile stresses
2000 kg per centimeter square and 1000 kg per centimeter square are acting. അപ്പോൾ രണ്ട് സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. Then intensity tensile stress on a plane inclined at 15 degree to the axis of minor stress will be എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സിഗ്മ 1ന്റെയും സിഗ്മ 3ന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എത്ര ഡീവിയേഷൻ ചെയ്യുന്ന ആംഗിളും തന്നിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. സിഗ്മ 1 പ്ലസ് സിഗ്മ 3 എന്താണ് എഴുതാൻ പറ്റും? ഓക്കെ, സിഗ്മ 3 പ്ലസ് സിഗ്മ 1 പ്ലസ് സിഗ്മ മൈനസ് ആണ്, മൈനസ് സിഗ്മ 3 ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? 2000 പ്ലസ് 1000 അല്ലേ? 2000 പ്ലസ് 1000 2000 പ്ലസ് 1000 by 2 3000 by 2 2500 കിട്ടും. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ്? 2000 മൈനസ് 2000 2000 മൈനസ് 1000 ആണ്. അപ്പം എത്രയാണ്? 1000 ആണ്. 1000 by 2 എന്ന് പറയുമ്പോൾ 500 ആണ്. ഓക്കെ, ഇൻറ്റു തീറ്റ എത്രയാണ്? 15 ഡിഗ്രി. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? കോസ് 30 ഡിഗ്രി ആവും. 15 ഇൻറ്റു 2 ചെയ്തു, അപ്പോൾ കോസ് 30 ഡിഗ്രി ആവും. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ടോട്ടൽ എത്ര കിട്ടിയായിരുന്നു നമുക്ക്? 1500. ഓക്കെ, 1500 പ്ലസ് ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? 500 കോസ് തീറ്റ. ഓക്കെ, 500 കോസ് 30 ഡിഗ്രി. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ എന്ന് പറയുമ്പോൾ √3/2. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുമ്പോൾ 433 സംതിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആൻസർ എന്ന് പറയുമ്പോൾ 1933 എന്ന് കിട്ടും. 1933 kg per centimeter square. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്നത്? ഒരു ഓപ്ഷൻ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലോസസ്റ്റ് ഓപ്ഷനെ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 1000 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു ഓപ്ഷനും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of tangential and normal component of a stress on an inclined plane through theta to the direction of forces is sin theta, cos theta, tan theta and cosec theta. So tangential and normal stress ആണ് ചോദിച്ചിരുന്നത്. Okay, tangential and normal stress ന്റെ ഫോർമുല എന്താണ്? സിഗ്മ sin theta cos theta. സിഗ്മ sin theta cos theta, tangential stress. അതേപോലെ നോർമൽ സ്ട്രെസ്സിന്റെ ഫോർമുല എന്താണ്? സിഗ്മ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ഔട്ട് ആകും കോസ് സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, ക്യാൻസൽ ഔട്ട് ആകും ഒരു കോസ് തീറ്റ ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ അത് ഈക്വലന്റ് ടു ടാൻ തീറ്റയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്? ടാൻ തീറ്റയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the maximum strain energy theory, the yield locus is rectangular ആണോ, സർക്കിൾ ആണോ, ഹെക്സഗൺ ആണോ, എലിപ്സ് ആണോ? ഓക്കെ, ഇത് എലിപ്സ് ഫോമിലാണ് വരുന്നത്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആണ്. എലിപ്സ് ഫോമിലാണ് ആൻസർ വരുന്നത്. മാക്സിമം സ്ട്രെയിൻ എനർജി ഈൽഡിന്റെ എലിപ്സ് ഫോമിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഈസ് റിട്ടൺ ആസ്, ബെൻഡിങ് മൊമെന്റ് ഫോർമുല എന്താണ്? m/i ഈക്വൽ ടു, നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമുല എന്ന് പറയുന്നത് m/i ഈക്വൽ ടു f/y ഈക്വൽ ടു e/r. ഓക്കെ, ഇത് സ്ട്രെസ് ആണ്, m ബെൻഡിങ് മൊമെന്റ് ആണ്, i മൊമെന്റ് ഓഫ് ഇനർഷ്യ, y എന്ന് പറഞ്ഞാൽ നമ്മുടെ y എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെൻറ്റർ ന്യൂട്രൽ ആക്സിസ് നമ്മൾ y ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ റെക്ടാംഗിൾ സെക്ഷൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് a ആണ്, ടോട്ടൽ ലെങ്ത് a ആണ്. അപ്പോൾ നമ്മൾ റെക്ടാംഗിൾ സെക്ഷൻ ആണ്, സ്ക്വയർ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ y ഈക്വലന്റ് ടു a/2 എന്ന് എടുക്കും. അത് സെൻട്രോയിഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആർ ഇ യങ്സ് മോഡുലസ് ആണ്, യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, 1/r എന്ന് പറഞ്ഞാൽ കർവേച്ചർ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? അപ്പം ഏതാണ് ഇവിടെ നമ്മൾ സ്ട്രെസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? m/i ഈസ് ഈക്വൽ ടു സ്ട്രെസ് സിഗ്മ ബൈ y ഈസ് ഈക്വൽ ടു e/r. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബെൻഡിങ് സ്ട്രെസ് ഓൺ എ പ്രിസ്മാറ്റിക് ബീം ഈസ് ഗിവൺ ബൈ my/z ആണോ, my/i ആണോ, mz/y ആണോ, mi/z ആണ്? ഇതിന്റെ ജനറലി ബെൻഡിങ് മൊമെന്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. m/i ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ y is equal to E/r. Okay, അപ്പോൾ m/i ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ y ഈസ് ഈക്വൽ ടു E/r. അപ്പോൾ
അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ ആയിട്ട് കിട്ടുന്നത്? നമുക്ക് എന്തിന്റെ വാല്യൂ ആണ് ചെയ്യുന്നത്? സ്ട്രെസ്സിന്റെ ആണ് ചോദിച്ചിരുന്നത്. സ്ട്രെസ്സിന് എങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് ചെയ്യുന്നത്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു my by i. ഓക്കെ, y മേളിലോട്ട് പോയി. ഓക്കെ, m/i അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? m by z. ന്റെ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ z എന്താണ് നമ്മൾ പറയുന്നത്? z പറയുന്നത് i by y എന്ന് പറയും. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ y. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇത് ആൻസർ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ആൻസർ ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഏതാണ് ഓപ്ഷൻ ആയിട്ട് മാച്ച് ആവുന്നത്? എ ആണ് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ. ഇപ്പൊ ഈ ഓപ്ഷൻ തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇപ്പൊ m/z തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, my/i, സോറി എ അല്ല, my/i, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, my/i. Okay, next question. The ratio of the flexural rigidity of the beam B into D to another one B into 2D of a similar material will be half ആണോ 1/4 ആണോ 1/8 ആണോ 1/16 ആണോ? ഓക്കെ, നമ്മൾ എന്താണ് ചോദിക്കുന്നത്? ഫ്ലെക്ചറൽ റിജിഡിറ്റി ആണ്. ഫ്ലെക്ചറൽ റിജിഡിറ്റി എങ്ങനെയാണ്? ഫ്ലെക്ചറൽ റിജിഡിറ്റി നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് EI വെച്ചാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മുടെ E ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, E ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, നമ്മുടെ I മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ നമ്മുടെ അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് I1/I2 ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, I1/I2. I1 എത്രയാണ്? B into 2, സോറി B into D ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല അറിയാം. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല എന്താണ്? BD³/12. BD³/12. റെക്ടാങ്കിൾ കേസിൽ BD³/12 ആണ്. അതേപോലെ I2 യുടെ ഫോർമുല എന്താണ്? B into D³. D³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2D the whole raised to cube by 12. ഓക്കെ, അപ്പൊ 12 ക്യാൻസൽ ആവും, B ക്യാൻസൽ ആവും, D³ ക്യാൻസൽ ആവും. ഇവിടെ ക്യൂബ് 8 വരുമ്പോൾ 1/8 എന്ന് വരും. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? 1/8, അല്ലെങ്കിൽ സി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ ഗിവൺ സ്ട്രെസ്, the ratio of the moment of resistance of a beam of a square section when placed with its two sides horizontal. Okay, two sides horizontal ആയി place ചെയ്യുവാണെങ്കിൽ to the moment of resistance of its diagonal is horizontal. Okay, so square section ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ രണ്ട് സൈഡ് ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ ബൈ നമ്മുടെ എന്തിന്റെ റേഷ്യോ ആണ്? നമ്മുടെ ഇതിന്റെ ഡയഗണൽ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ. ഓക്കെ, ഇതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഡയഗണൽ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുമെങ്കിൽ ഇത് രണ്ടിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ആയിട്ട് നമുക്ക് എടുക്കാം. സ്ക്വയർ എ, ഇതിന്റെയും എ. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്ററിൽ √A എന്ന് വരും. ഓക്കെ, ഈ ഒരു ഡയമെൻഷൻ. ഓക്കെ, √A, ഇതിന്റെയും എ തന്നെയാണ്. ഓക്കെ, സോ ഇത് രണ്ടിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. എന്തിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്? സ്ട്രെസ് ഫോർ ദ ഗിവൺ സ്ട്രെസ്, റേഷ്യോ ഓഫ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം M1 ഇതാണ്, M2 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് ഇതിന്റെ ഇക്വലന്റ് ആണ്. ഇത് Z1 ന്റെ ഇക്വലന്റ് ആണ്, ഇത് Z2 ന്റെ ഇക്വലന്റ് ആണ്. Z ന്റെ ഫോർമുല നമുക്കറിയാം. Z ന്റെ ഫോർമുല എന്താണ്? Z നെ റിപ്രസെന്റ് ചെയ്യുന്നത് I/Y എന്നാണ്. ഓക്കെ, I/Y. അപ്പോൾ Z1 നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? I1 എന്ന് പറഞ്ഞാൽ A, നമ്മൾ ആദ്യം സ്ക്വയറിന്റെ എടുക്കാം. അപ്പം BD³/12 എന്നാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല. BD³ ആണ്. അപ്പോൾ ഇതിനകത്ത് B = D ആണ്, ബിക്കോസ് സ്ക്വയർ ആണ്. അപ്പോൾ A⁴ വരും. ഓക്കെ, B = D ആൻഡ് A⁴ വരും. BD³/12. ഓക്കെ, ബൈ ഇതിന്റെ സെന്റർ എത്രയാണ്? Y ആണ്. അപ്പോൾ Y എന്ന് പറയുമ്പോൾ എത്രയാണ്? A/2. ഓക്കെ, ഇതിൽ ഡൗട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മുടെ Z2 നെ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, ഇതിന്റെ Z2 വരുമ്പോൾ എങ്ങനെയാണ്? Z2 നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ I/Y, I2/Y2 എന്ന് എടുക്കാം. ഓക്കെ, ബിക്കോസ് ഇത് I1 എടുക്കാം, I2/Y1, I2/Y2. അപ്പൊ ഇതിന്റെ എത്രയാണ്? ഇതിന്റെ നമ്മൾ നോക്കേണ്ടത് A⁴. ഇതിൽ ചേഞ്ച് ഒന്നും ഇല്ല. BD³/12 അതിൽ ചേഞ്ച് ഇല്ല. നമ്മുടെ ചേഞ്ച് വരുന്നത് എന്താണ്? Y-ലാണ്, ഡയമെൻഷനാണ് ചേഞ്ച്. Y ന്റെ ഡയമെൻഷൻ എന്താണ്? A/√2 എന്ന് വരും. ഓക്കെ, A/√2. ഓക്കെ, അങ്ങനെ ഡയമെൻഷനിൽ ചേഞ്ച് വരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ Z1/Z2. ഓക്കെ, ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു ടേം ക്യാൻസൽ ഔട്ട് ആകും, ഈ രണ്ട് ടേം ക്യാൻസൽ ഔട്ട് ആകും. അതേപോലെ
a ക്യാൻസൽ ആവും. അപ്പം മേളിൽ എന്ത് വരും? 2/√2 എന്ന് വരും. 2/√2 എന്ന് പറയുമ്പോൾ എന്താണ്? √2 എന്ന് വരും ആൻസർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? √2 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ജനറൽ ആയിട്ട് ഫോർമുല ആണ്, √2 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/r ആണ് നമ്മൾ കർവേച്ചർ എന്ന് പറയുന്നത്. അറ്റ് ദ പോയിന്റ് 1/r along the curve represent the deformed shape of a beam is given by ഏത് ഓപ്ഷൻ ആണ്? ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വാല്യൂ ആണ്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The angle between the principal plane and the plane of maximum shear is 45 degree ആണോ, 90 degree ആണോ, 135 degree ആണോ, 60 degree ആണോ? ഒരു ഓപ്ഷൻ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, എ ആൻഡ് സി. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുക. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് ദ പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്, 45 ആൻഡ് 135. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a rectangular beam, the maximum shear stress, okay, shear stressന്റെ maximum value is equal to എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആവറേജിന്റെ എത്ര ഇക്വലന്റ് ആണ്? റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ എത്രയാണ്? റെക്ടാങ്കുലർ ബീം ടൗ എ വി ആണോ, 1.25 ടൗ എ വി ആണോ, 1.5 ടൗ എ വി ആണോ, 1.75 ടൗ എ വി ആണോ? അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് പറയുമ്പോൾ 3/2 ഓഫ് ആവറേജ് ആണ്. ഓക്കെ, 3/2 ഓഫ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ എന്ത് എഴുതാൻ പറ്റും? 1.5 tau average. Okay, അപ്പം ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ ഗിവൺ ഷിയർ ഫോഴ്സ് for a given shear force across a symmetric I section, the intensity of shear stress is maximum at junction of the flange and the web, but on the at junction of the flange and web, but on web ആണോ കറക്റ്റ് ഓപ്ഷൻ? or at the junction of the flange and web but on the flange ആണോ correct option? or extreme fiber ആണോ? or centroid of the section ആണോ? ഓക്കെ, നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഷിയർ ഫോഴ്സിന്റെ വാല്യൂ അക്രോസ് ദ സിമെട്രിക് സെക്ഷൻ, ഷിയർ ഫോഴ്സിന്റെ വാല്യൂ, ഇന്റൻസിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫോർ ഐ സെക്ഷന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡയഗ്രാം, ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നല്ലോണം വരയ്ക്കാൻ പാടാണ്. ഓക്കെ, നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ വേരിയേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ വേരിയേഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എവിടെയാണ് മാക്സിമം? സെൻട്രോയിഡിലാണ് ഇത് മാക്സിമം. സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷനിലാണ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ മാക്സിമം വരുന്നത്. ഓക്കെ, shear stress is maximum at centroid of the section. Okay, next question. In a beam of section carrying shear force F, the shear stress is maximum at bottom most fiber ആണോ, mid depth ആണോ, neutral surface ആണോ, top most fiber ആണോ? സോ ഓൾറെഡി നമ്മൾ നോക്കി ഐ സെക്ഷന്റെ ഇതുപോലെയാണോ, അതുപോലെ തന്നെയാണ് എല്ലാ സെക്ഷന്റെയും. ഓക്കെ, നമ്മുടെ എല്ലാ സെക്ഷന്റെയും ഉപയോഗിച്ച് നോക്കാം. ഇപ്പൊ സ്പിയർ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡയഗ്രാം വരുന്നത്? ഇതിന്റെ ഡയഗ്രാമിലും സെൻട്രോയിഡ് തന്നെയാണ് വരുന്നത്, മിഡ് ഡെപ്തിൽ വരും. അതേപോലെ നമ്മുടെ ഇപ്പോ റെക്ടാങ്കിൾ നോക്കാം. റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ ആയാലും അതിന്റെ എങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്? ഇതേ കേസ് ഇതേപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ഷേപ്പ് എടുത്താലും അതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, മിഡ് ഡെപ്ത് അല്ലെങ്കിൽ സെൻട്രോയിഡിലാണ് നമ്മുടെ മാക്സിമം ആയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ വേരിയേഷൻ ഒരു ഡയമണ്ട് കേസിന്റെ എടുക്കുകയാണെങ്കിൽ കുറച്ച് വേരി ചെയ്യാം, ബിക്കോസ് രണ്ട് ഡയമണ്ട് ആണല്ലോ അല്ലെ. ഡയമണ്ട് കേസിൽ എടുക്കുകയാണെങ്കിൽ വരയ്ക്കാൻ കുറച്ച് അതുകൊണ്ട്. ഓക്കെ, ഡയമണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനത്തെ ഒരു വേരിയേഷനിൽ വരും. ഓക്കെ, ബി ഷേപ്പിൽ. ഓക്കെ, ഇതാണ് സെൻട്രലായിട്ട് ലൈനാണ് പാസ് ആവുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ അതിന്റെ കൺക്ലൂസീവ് ആൻസർ എന്ന് പറയുമ്പോൾ മിഡ് ഡെപ്ത് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ വരുന്നത് മിഡ് ഡെപ്തിലാണ് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഐ സെക്ഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഐ സെക്ഷനിൽ എങ്ങനെയായിരുന്നു? ഐ സെക്ഷൻ നോക്കിയത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു വേരിയേഷൻ വരും, പിന്നെ എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം അലോവബിൾ
Okay. Maximum allowable shear stress in a section is 100 kg per centimeter square. Okay, maximum allowable stress in the value ആണ് തന്നിട്ടുള്ളത്. Okay, if the bar is subjected to tensile force, force in the value തന്നിട്ടുണ്ട് 5000 kg per kg. Okay, and if the section is square, so square shape section ആണ്, അപ്പോൾ അതിന്റെ സൈഡ് എത്രയായിരിക്കും? A ആയിരിക്കും. Okay, square shape section ആകുമ്പോൾ സൈഡ് A ആയിരിക്കും. What will be the dimension of sides of square? So dimension of square അല്ലെങ്കിൽ side of the square ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മാക്സിമം അലൗവബിൾ സ്ട്രെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ എന്താണ്? മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ tau by 2. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? 100 ആണ്. അപ്പോൾ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയായിരിക്കും? സ്ട്രെസ് ഇസ് ഈക്വൽ ടു 2 into 100. അതിൽ ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ ബേസിക് ആണ്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു 200 എന്ന് വരും. ഓക്കെ, സ്ട്രെസ് 200 ആണ്. സ്ട്രെസ്സിന്റെ ജനറൽ ഫോർമുല എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? 5000 ആണ് വാല്യൂ തന്നിട്ടുള്ളത്. അതേപോലെ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? ബി സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ. നമ്മുടെ സ്ക്വയർ ആയതുകൊണ്ട് എ സ്ക്വയർ എന്ന് എടുക്കും. അപ്പോൾ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണ്? 200. അപ്പോൾ നമ്മളോട് സൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇവിടെ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5000 by 200. ഓക്കെ, 200. അപ്പൊ എ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? എ ഇസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് ഓഫ് 5000 by 200. അപ്പോൾ നമുക്ക് 25 കിട്ടും. 25 അണ്ടർ റൂട്ട് ഓഫ് 25 എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, ഏതാണ് ആൻസർ എന്ന് മാച്ച് നോക്കാം. ആൻസർ ഏതാണ് മാച്ച് ആകുന്നത്? ആൻസർ ബി ആണ്. 5 സെന്റിമീറ്റർ ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക, പ്ലസ് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.